പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിച്ച വേദഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ കയറി വരിക എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക്, നിത്യതയിലേക്ക് സഭ പ്രവേശിക്കപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്ന 24 വാക്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു ലേഖനമാണ് യൂദയുടെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിച്ച് മറിച്ചില്ലെങ്കിൽ വെളിപ്പാടി കയറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പേജാണ് യൂദയുടെ ലേഖനം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ 3 ലേഖനമുണ്ട്. അതും സൂക്ഷിച്ചില്ലേ, ഒന്നീ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പോവും, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പോവും. അങ്ങനെ ഒരു പരുവത്തിൽ ഇത് വച്ചേക്കുന്നത്. ഈ 21 ലേഖനങ്ങളിൽ ഏറ്റവും ചെറിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഈ മുങ്ങിത്താഴാൻ തുടങ്ങുന്ന കപ്പലിനകത്തുനിന്ന് കടലിലേക്ക് എടുത്തിയാടിയ ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ലൈഫ് ബോട്ടുണ്ടല്ലോ, അതായി യൂദയുടെ ലേഖനം. സ്തോത്രം. ചാടി ഈ ലൈഫ് ബോട്ടിൽ കയറിയ വല്ല വിധേനയും നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഒരാൾ പറഞ്ഞു, അയാൾ കെട്ടിയാന്ന് ചത്താൽ എന്നാ, കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്താൽ എന്നാ, ചാകുന്നതിന് മുമ്പേ അയാളൊരു ലേഖനം എഴുതിയിട്ടാണല്ലോ ചത്തയെന്ന് പ്രസംഗിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ എഴുതിയതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ അമ്മ മറിയയ്ക്ക് യോസപ്പിൽ ജനിച്ച മക്കളുണ്ട്. യാക്കോബ്, യൂദ, യോസെ തുടങ്ങിയ സഹോദരന്മാരുടെ പേര് നമ്മൾ വായിക്കുന്നു. അതിൽ 2 പേര് യേശുവിൻ്റെ ശിഷ്യന്മാരായി, യാക്കോബും യൂദയും. 2 യാക്കോബുമാർ കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ട്. ഒന്ന് മറിയയുടെ സഹോദരിയിൽ ജനിച്ച യോഹന്നാനും യാക്കോബ് എന്ന് പറയുന്ന ഇടിമക്കൾ എന്നറിയപ്പെടുന്ന 2 പേരുണ്ട്. അതിലൊരു യാക്കോബുണ്ട്. അതല്ലാതെ സാക്ഷാൽ മറിയയിൽ ജോസഫിൽ കൂടെ ജനിച്ച 2 പേരുണ്ട്, യാക്കോബും യൂദയും. ഈ യാക്കോബ് ആണ് ഇവിടെ ലേഖനം എഴുതിയേക്കുന്നത്. മറ്റേ യാക്കോബിനെ ഈർച്ചവാളാൽ എന്ത് ചെയ്തു? അറുത്തു കൊന്നു. ഈ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരല്ലിയെ പറഞ്ഞേര്. നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ യൂദ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് എഴുതാനാണ് തുടങ്ങി. താൻ വളരെ ശ്രമം അതിനു വേണ്ടി നടത്തി. ഒന്ന് വായിച്ചേരെ അതിൻ്റെ പ്രാരംഭവാക്യം. അതൊക്കെ ഒരുപാട് നേരം വ്യാഖ്യാനിക്കേണ്ട നല്ല സന്തോഷം തരുന്ന വാക്യങ്ങളാണ്. നോക്കി, സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അതൊക്കെ അത് തന്നെ നമുക്ക് കുറച്ച് ഏറെ നേരം സമയമെടുത്ത് പ്രസംഗിക്കേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. നോക്കി, നിങ്ങൾ ആ യൂദയുടെ ലേഖനത്തിൻ്റെ ആ വാക്യങ്ങൾ അതൊക്കെ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ പിന്നീട് ചിന്തിക്കാം. നമ്മൾ ഈ വായിച്ച വാക്യത്തിലോട്ട് വരണമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എഴുതുന്നത്. അടുത്ത വാക്യം, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ തൻ്റെ ആഗ്രഹം, ഈ ലേഖനം എഴുതുവാൻ ഉദ്ദേശിച്ചതിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് എഴുതാനായിരുന്നു? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രക്ഷയെക്കുറിച്ച്. സഭയ്ക്ക് പറ്റിയ ഒരു 2 പരാജയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ എബ്രായ സഭയ്ക്ക് 22 മുന്നറിയിപ്പുകൾ ദൈവം നൽകുന്നുണ്ട്. 22 മുന്നറിയിപ്പുകൾ. ഈ മുന്നറിയിപ്പുകളെല്ലാം അവർ അവഗണിച്ചു പോയി. അതിൽ 1-ാമത്തെ മുന്നറിയിപ്പായിരുന്നു, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് കരുതണം. ഇവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. സഭായോഗത്തിൽ പ്രസംഗിക്കുന്നു, ഇടയോഗത്തിൽ പ്രസംഗിക്കുന്നു, 3 ദിവസം ഉപവാസം വെക്കുന്നു, ഗസ്റ്റ് പാസ്റ്ററെ വിളിക്കുന്നു, പുള്ളി പ്രസംഗിക്കുന്നു, എല്ലാം കേൾക്കുന്നു. യോഗം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ചോദിച്ചും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? ഭയങ്കര അടിപൊളി പ്രസംഗമായിരുന്നു. അല്ലേ, എങ്ങനെയാണ്, എന്തുവായിരുന്നു വിഷയം എന്നാന്ന് ഞാൻ പാസ്റ്ററോടൊന്ന് ചോദിച്ചിട്ട് പറയാം. നമ്മൾ അടിപൊളി പ്രസംഗമാണെന്ന് പറയും. പ്രസംഗം എന്നാന്ന് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? മറന്നുപോകും. അത് എബ്രായ സഭയ്ക്ക് പറ്റിയ പരാജയമാണ്. കേട്ടത് വല്ലപ്പോഴും എന്ത് ചെയ്യായിരുന്നു? ഒഴുകിപ്പോമായിരുന്നു. അതുകൊണ്ട് അവർക്ക് പറ്റിയ കുഴപ്പം ഒടുവിലൊടുവിൽ വന്നപ്പോൾ സഭായോഗത്തിന് പോലും ആരും എന്ത് ചെയ്യത്തില്ല, എല്ലാവരും സൂമിനെ ആശ്രയിക്കാൻ തുടങ്ങി. ഹലോ, അന്ന് സൂം ഉണ്ടോയെന്ന് ഇപ്പം നിങ്ങൾ എന്നെ നോക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞാണ്, അവർ സഭായോഗം വരെ എബ്രായ സഭ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അതിന് കാരണം, ഒന്ന്, കേട്ടത് വല്ലപ്പോഴും ഒഴുകിപ്പോയി. 2-ാമത്, ഇത്ര വലിയ രക്ഷയെ അവരെന്ത് ചെയ്തില്ല?
ഗണ്യമാക്കിയില്ല. അവർക്ക് പറ്റിയ പരാജയം, രക്ഷയെ അവരെന്ത് ചെയ്തില്ല? ഗണ്യമാക്കിയില്ല. അങ്ങോട്ട് കിടക്കുക, അതൊന്നും നമ്മുടെ ചിന്താ വിഷയമല്ല. മടങ്ങി വരട്ടെ. ഇവിടെ പറയുകയാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവരായ നിങ്ങൾക്ക് കരുണയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളെ ലഭിച്ച രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ഞാൻ അതിതീവ്രമായ പ്രയത്നം ചെയ്യുകയിൽ. എഴുതി തുടങ്ങിയപ്പോൾ വിഷയം മാറി. വിഷയം വിശ്വാസത്തെക്കുറിച്ചായി. എന്തായി? എഴുതാൻ ആഗ്രഹിച്ചത് രക്ഷയെക്കുറിച്ച്, പക്ഷെ എഴുതി വന്നത് വിശ്വാസത്തെക്കുറിച്ച്. ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിച്ച വിശുദ്ധ വിശ്വാസം. എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിച്ച. നിങ്ങളെ ആരെങ്കിലും വിശ്വാസം ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ടോ? ഹലോ പറഞ്ഞേ. പെർത്തിലെ പെന്തക്കോസ് അസംബ്ലിയിലെ ആരെങ്കിലും ദൈവം വിശ്വാസം ഭരമേൽപ്പിച്ചിട്ടുണ്ടോ? പറ. ഉണ്ടെങ്കിലേ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമുള്ളൂ. ഉണ്ടെങ്കിൽ ആ വിശ്വാസം ഒരിക്കലായി എന്നുമല്ല, ഒരിക്കലായി നിങ്ങളെ ഭരമേൽപ്പിച്ച ആ അതിവിശുദ്ധ വിശ്വാസനായി ഇന്ന് രാത്രിയിൽ പോരാടണം. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസത്തിൽ ഒരു നിമിഷം നിനക്ക് നിൽക്കണമെങ്കിൽ നീ പോരാടിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, അതിനുവേണ്ടി ഞാൻ ഒത്തിരി പോരാടി, എൻ്റെ പോരാട്ടത്തെ ഞാൻ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും പ്രയത്നകരമായ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കണം. അതീവ ഗൗരവമുള്ളൊരു വിഷയത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് പ്രവേശിക്കാനായിട്ട് പോകുകയാണ്. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്, വീഴാതെ വണ്ണം. പ്രൈസ് ദി ലോർഡ്. പൗലോസും ഈ വാക്യം എടുത്തു പറഞ്ഞു, നിൽക്കുന്നു പറ എന്ന്. എല്ലാവരും പറഞ്ഞേ, എന്ന് തോന്നലാണേ. ആരും നിൽക്കുന്നൊന്നുമില്ല. നിൽക്കുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ, തോന്നുന്നവനോട് ഇന്ന് രാത്രി പൗലോസ് പറയുന്നു, വീഴാതിരിപ്പാൻ പറഞ്ഞേ, വളരെ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ, നിൽക്കുന്ന നിന്നെ ഏതു സമയത്തും വിശ്വാസത്തിൽ നിന്നും വീഴ്ത്തിക്കളയുവാൻ നിൽക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയെ ജയിക്കണമെങ്കിൽ നിനക്ക് ലഭിച്ച വിശ്വാസത്തെ അതിഭദ്രമായി സൂക്ഷിക്കണം. സന്തോഷമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവിശ്വാസം അത്ര വലിയൊരു പാപമാണോ? പ്രൈസ് ദി ലോർഡ്. ആണോ? അവിശ്വാസം സ്വർഗത്തിൽ പോകാൻ തടസ്സമായ പാപമാണോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യം, എബ്രായ ലേഖനം 3 അധ്യായം 12 വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 11, 12 വാക്യം. 3 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ച ദേവദാസൻ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. അവിശ്വാസിക്കുള്ള ഓഹരി എവിടാന്ന് എഴുതിയേക്കുന്നേ? തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലാണ്. ആർക്കുള്ള ഓഹരി? അവിശ്വാസിക്കുള്ള ഓഹരി. 1 കൊരിന്ത്യർ ലേഖനം 10 അധ്യായം 11, 12 വാക്യം. പെട്ടെന്ന് വായിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഓക്കെ. എബ്രായ ലേഖനം 3:12 മുതലുള്ള വാക്യം കൂടെ വേഗം ഒന്ന് വായിച്ചു. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. മുഴുവൻ മുന്നറിയിപ്പുകളാണ്. ഇനി നമുക്ക് ഈ പുസ്തകത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ വീഴാതിരിക്കാൻ യൂദ പറയുന്നതിന് മുമ്പേ
പഴയ നിയമത്തിൽ വീണ ഒരു 6 കൂട്ടരുടെ കാര്യം ഇതിനകത്ത് എഴുതിയേക്കുക. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം വിവരിപ്പാൻ ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാൻ ഓടിച്ച് ഒക്കുന്നിടത്തോളം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിൻ്റെ 6-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ. അടുത്ത വിഷയമാണ്, അത് അടുത്ത വിഷയമാണ്. 6 വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. 1, മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 2, സ്വന്തം വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ചങ്ങലയിട്ട് മഹാദിവസത്തിന്റെ ന്യായവിധിക്കായി കാപ്പാൻ സൂക്ഷിച്ചിരിക്കുന്നു. 3, സോദോമും ഗോമോറയും ദുർനടപ്പാചരിച്ചു, അന്യജഡം മോഹിച്ചു, നിത്യാഗ്നിയുടെ വിധിക്കായി അവരെ ഏൽപ്പിച്ചു. 4, ജഡത്തെ മലിനമാക്കി കർത്തൃത്വത്തെ തുച്ഛീകരിച്ചവർക്കുണ്ടായ ന്യായവിധി. 6, കായിന്റെ വഴി. 5, ബിലയാമിന്റെ വഞ്ചന. 6, കോരഹിന്റെ മത്സരം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുത്തെഴുതിയിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ വീഴരുത്. ഇത്രയുള്ള മെസ്സേജ്. ഇന്നലെ വീണ കുറേ കാര്യം ആളുകളുടെ എഴുതിയിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വെളിപ്പാടിലേക്ക് കയറാൻ പോകുകയാണ്. തേജോമയനായ മഹത്വപൂർണനായ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ ഉലിയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലുള്ള നിലയങ്കി ധരിച്ച നിലവിളക്കിന് നടുവ് ഉലാവുന്ന മഹത്വപൂർണനായ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ഇവിടെ കയറി വരിക എന്ന് പറയാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ സഭയോട് പറയാണ്, വീഴരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് വീണ കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുക. 1-ാമത്തെ കാര്യം നമ്മൾ വായിച്ചു, മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു. എന്നിട്ട് പിന്നത്തേതിൽ പറയെല്ലാവരും കൂടെ. ഞാൻ ഈ ആദ്യമായിട്ട് പ്രസംഗിച്ചിട്ട് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് പോയി. നിങ്ങൾ നാളെ ഉഴപ്പല്ല, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചെന്ന് എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞേ. അത് ഞാൻ പറയാതിരിക്കാനാ. തുടക്കത്തിലെ പുള്ളി കുളവാക്കിയെന്ന് പറയല്ലേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം രക്ഷിച്ചിട്ട് നശിപ്പിക്കുന്ന ആളാണോ? ഹലോ, നമ്മുടെ ദൈവം രക്ഷിച്ചിട്ട് നശിപ്പിക്കുന്ന ആളാണോ? ആണ്. അല്ലേ പിന്നെ ഇവിടെ എഴുതുവോ? ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിന് മാറ്റമില്ല. മാറ്റമുണ്ടോ? ഇല്ല. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നതേ ഉള്ളേ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു. ചെറിയ രക്ഷയല്ല. അബ്രഹാമിന് മക്കളില്ലാതിരിക്കുന്ന കാലത്താണ് തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, നിനക്ക് ഞാൻ മക്കളെ തരും, കടൽക്കരയിലെ മണൽ പോലെ പിള്ളേരെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പിള്ളേരെ തരും എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറ 2 രീതിയിലുള്ളവരായിരിക്കും. 1, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു തലമുറ നിനക്കുണ്ടായിരിക്കും. 2, കള്ളക്കരയിലെ മണൽ പോലെ ഒരു ജാതി നിന്റെ തലമുറയിൽ ഉണ്ടായിരിക്കും. ഈ 2 ജാതികളെ കുറിച്ച് അനുഗ്രഹം കൊടുത്തപ്പോൾ അവന് എനിക്ക് പിള്ളേരെന്നാ ഉണ്ടാകുന്നതെന്നൊന്നും ചോദിച്ചില്ല. പക്ഷെ അത് കഴിഞ്ഞ് തമ്പുരാൻ പറഞ്ഞു, നീ നോക്കിക്കണ്ടേ, കിഴക്കോട്ട് നോക്ക്, അങ്ങ് പ്രാത്ത് നദി വരെ കണ്ടു. നീ പടിഞ്ഞാറോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്കി കാണുന്ന ദേശം മുഴുവൻ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. അന്നേരം ചോദിച്ചു, അതെന്തിനാ ഞാൻ ഉറപ്പാക്കുമെന്ന് ചോദിച്ചു. ഹലോ, പിള്ളേരുണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പ് ചോദിച്ചില്ല. ഈ സമ്പത്തെല്ലാം കൂടെ, വീടും കാറും വണ്ടിയും ഒക്കെ തരുന്ന കാര്യം, അതിൻ്റെ കാര്യത്തിന് എനിക്ക് എന്ത് ചെയ്യണം? അല്ലല്ലേ പറഞ്ഞേ? നമുക്കും അതിലെ സ്വതന്ത്രമൊന്നും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളതൊക്കെ ഉൽപ്പത്തി വായിച്ച് ഗ്രഹിക്കേണ്ടതാണേ. ഈ കൊടുക്കാമെന്ന് പറഞ്ഞ പിള്ളേരുടെ കാര്യം കിട്ടുന്നതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചില്ല. പക്ഷെ ഈ കാര്യത്തിൽ ചോദിച്ചു, അതിനെന്തോന്നില്ല ഉറപ്പ് വരുത്താം. നമ്മൾ ഞാൻ പറഞ്ഞു, ഓക്കെ, 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, എല്ലാത്തിനും നേരെ പിളർക്കാൻ പറഞ്ഞു. പിറന്നിട്ട് ഒരു രക്ത ഉടമ്പടി, അതൊരു യാഗമല്ല, അതെന്താണ്?
ഒരു ഉടമ്പടിയാണ്, രക്ത ഉടമ്പടി. പിളർപ്പുകളുടെ നടുവിലൂടെ നദി ഒഴുകുന്നത് പോലെ പിളർന്നതിൻ്റെ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കൈ ആ ചോരയുടെ നടുക്കോട്ട് പിടിച്ചു. യഹോവയായ ദൈവത്തിൻ്റെ മഹത്വമുള്ള കൈ ഇങ്ങോട്ട് പിടിച്ചു. രണ്ട് കൈ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ തമ്പുരാൻ അവനോട് ഉടമ്പടി ചെയ്തു, നിനക്ക് ഈ സ്ഥലം ഞാൻ കരമൊഴിവായി തരുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ നൈറ്റ് കാണുന്ന സഹോദരിമാർ യോഗത്തിനിടയ്ക്ക് ഇരുന്ന് ഉറങ്ങത്തില്ലേ? സഹോദരന്മാർ ഉറങ്ങും. അതുപോലെ ഈ അബ്രഹാം ഈ ഉടമ്പടിക്കിടയ്ക്ക് എന്ത് ചെയ്തു? പാസ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഒന്ന് കൈയാട്ടി തലയാട്ടി വിളിച്ചു. ഫ്രൈസ് ലോ. നിങ്ങൾ വിളിച്ചാലും ഞാൻ അങ്ങോട്ട് വരാനൊക്കെ തരാണ്. ഇവിടെ സ്റ്റേജ് ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഫ്രൈസ് ലോ. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങേണ്ടിടത്ത് എന്തോ ഇറങ്ങി? റാഞ്ചൻ പക്ഷി ഇറങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ വെളിപ്പെട്ടു. തമ്പുരാൻ ഉടമ്പടിക്ക് ഇടയ്ക്ക് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത്. സ്വന്തം ദേശത്തിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥന. എല്ലാവരും കൂടെ ഉണ്ടോ? കരമൊഴിവായി കിട്ടുന്ന സ്വന്തം വസ്തുവിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥന. പക്ഷേ പറഞ്ഞു, അത് നിനക്ക് കിട്ടുന്നതിന് മുമ്പേ 400 സംവത്സരം നീ അന്യദേശത്ത് പരദേശിയായി പാർക്കും. ഒരല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ആരും ഇടയ്ക്ക് ഉറങ്ങി ഉഴപ്പരുത്. കാലതാമസം വരും, കിട്ടാതിരിക്കത്തില്ല. ഇന്ന് കിട്ടേണ്ടി ഒരു 430 വർഷമെങ്കിലും വൈകുമെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ജനം അയ്യം വിളിച്ച് കരഞ്ഞു. 4ാം തലമുറക്കാരൻ മടങ്ങി വരും, 400 വർഷമാവും വരുമെന്ന് പറഞ്ഞെങ്കിലും ഒരു 30 കൂടെ നീണ്ടു. വാക്തത്വത്തിന് കാലതാമസം വരാം. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം പറഞ്ഞത് 400 ആണെങ്കിലും അതെന്ത് ചെയ്തു? 430 പിന്നെ 40 വർഷം മരുഭൂമിയിൽ. അപ്പം 470 വാക്തത്വ കനാനി പ്രവേശിക്കാൻ പറഞ്ഞതും കഴിഞ്ഞു. പിന്നെ ഒരു 70 വർഷം കൂടെ കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരും ഉഴപ്പി ആരാധിക്കല്ലേ. ആരാധിക്കുകയാണേ പരമാർത്ഥതയോടെ ആരാധിച്ചോണം. ഇല്ലെങ്കിൽ തലമുറയ്ക്ക് കിട്ടണ്ടേ വാക്തത്വത്തിന് കാലദൈർഘ്യം വരും. ഒരു സ്വതന്ത്രം പറഞ്ഞേര്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, നിങ്ങളിങ്ങനെ സ്പ്രിങ്ങേ ഇരുന്ന് ആരാധിക്കുന്ന ആരാധനയ്ക്കുള്ള ദൂതൊക്കെ എൻ്റെ കിടക്കാം. 40 വർഷമായില്ലേ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നലെ അത് നിത്യതയിൽ പോകണം. അതിനുവേണ്ടിയാണ് ദൂത് പറയുന്നത്. ഇവിടെ തുള്ളിയൊന്നും ആരാധിച്ചില്ലേലും നിത്യതയിൽ എല്ലാവരെയും കാണണം. അതുകൊണ്ട് വീഴാതിരിക്കാൻ നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള ഈ ജനത്തിന്റെ കഷ്ടത പെരുകിയപ്പോൾ തമ്പുരാൻ കഷ്ടത കണ്ടു നിലവിളി കേട്ടു എന്ന് പറഞ്ഞിട്ട് അഗ്നിക്കകത്തേക്ക് ഇറങ്ങി വന്ന് മോശയ്ക്ക് ദൈവത്തിന് കൃപ കൊടുത്തിട്ട് ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് അയച്ചു. നമുക്കറിയാം 9 ബാധകൾ കഴിഞ്ഞ് 10ാമത്തെ ബാധയായപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അത് ഞാൻ നേരിട്ട് നടത്തിക്കോളാം. ആ രാത്രി യഹോവയായ ദൈവം അവിടെ ഇറങ്ങി. സംഹാരകൻ വെളിപ്പെട്ട് എല്ലാവരുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചു. ആ രാത്രി ഇസ്രായേലിനെ വിടുവിച്ചു. ചെങ്കടൽ കടത്തി അറുക്കപ്പെട്ട കുഞ്ഞാണ്ട് രക്തത്തളി ആചരിച്ച് മാംസം ഭക്ഷിച്ച ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ അക്കരെ കടന്ന ജനം മരുഭൂമിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ 2ആക്കി കൊടുത്തു, മാറയെ മധുരമാക്കി കൊടുത്തു, സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൊടുത്ത ജനം മുൻപോട്ട് വന്നപ്പോഴത്തേന് അവർക്ക് ഇപ്പൊ ഇറച്ചി വേണം. എന്തോ വേണം? ഇറച്ചി വേണം. ഇറച്ചിയുടെ വിഷയം മാത്രം നോക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സംഖ്യാപുസ്തകം 11:6. സംഖ്യാപുസ്തകം 11:6 വേഗം വായിച്ചേ. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തൻ പാലരി പോലെയും അതിന്റെ നിറം ഗുൽഗുലുവിൻ്റെതുപോലെയും ആയിരുന്നു. ജനം നടന്നു പിറക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. ജനം കുടുംബമായി ഓരോരുത്തൻ താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു, മോശയ്ക്ക് അനിഷ്ടമായി. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്, നീ അടിയനെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വച്ചതെന്ത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന്
എന്നോട് കൽപ്പിക്കുവാൻ 13-ാമത്തെ വാക്യം വായിച്ചു. 13. ഈ ജനത്തിനൊക്കെയും കൊടുക്കുവാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് 19-20 വായിച്ചു, സമയമില്ലാത്തതുകൊണ്ട്. 19-20. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കുവാനം വരുവോളം നിങ്ങൾ തിന്നും. ഇനി 21-22 വായിച്ചു. അപ്പോൾ മോശ, എന്നോട് കൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവനും തിന്നുവാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകുവണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകുവോളം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച ആരാന്നറിയാമോ? മോശയാണേ. ഈ വേറെ ആരെല്ലാം കർത്താവിനെ സംശയിച്ചാലും ദൈവത്തിന് സങ്കടമില്ല. ഈ മോശ എന്ന് പറയുന്ന വ്യക്തി മാത്രം ഒരിക്കലും ദൈവത്തെ സംശയിക്കാൻ പാടില്ലായിരുന്നു. കാരണം മോശയോട് നേരിട്ട് പറയാണ്, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരാൾ ഭൂതലത്തിൽ വേറെ ആരും ഇല്ല. ഞാൻ എൻ്റെ ദാസനായ മോശയെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ അവനോട് ഇന്ന് വരെ മറപൊരുളായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞതെല്ലാം സ്പഷ്ടമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അഭിമുഖമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, അങ്ങനെ സംസാരിച്ച മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ചാടിക്കേറി 1 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവൻ ഇറച്ചി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ആളിനെ എണ്ണിട്ടാണോ പറഞ്ഞേ? ആരോട് ചോദിക്കുക? എൻ്റെ കൂടെ നിൽക്കുന്ന കാലാള് തന്നെ 6 ലക്ഷം പേരുണ്ട്. യുദ്ധസന്നദ്ധരായിട്ടുള്ള കാലാള് തന്നെ എത്ര ഉണ്ട്? 6 ലക്ഷം. പിന്നെ അവരുടെ ഭാര്യമാര്, എണ്ണപ്പെടാത്ത പിള്ളേര്, സ്തോത്രം, പിന്നെ ദാസിദാസന്മാര്, ഇതെല്ലാം കൂടെ 10-30 ലക്ഷം പേരുണ്ട്. ചുമ്മാ ചാടി കയറി ഒരു മാസം ഇറച്ചി കൊടുക്കുന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഡയലോഗ് അടിക്കാമോ? ആരോട് ചോദിക്കുക? ദൈവം ഇങ്ങനെ പറഞ്ഞു കാണുന്ന വിശ്വസിച്ച് ക്ഷമിക്കണേ മോശേ, ഈ ലോകത്തിലുള്ള മുഴുവൻ പേരും എന്നെ അവിശ്വസിച്ചാലും, 1000കണക്കിന് പിള്ളേർ ചത്തു മലച്ചേനിടയ്ക്കുന്ന് നിന്നെ ഒരാളെ ഞാൻ വലിച്ചെടുത്ത് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വളർത്തി നിന്നെ ഈ പരുവത്തിലാക്കിയ നീ, പ്രൈസ് ദി ലോർഡ്. ബാക്കി നാട്ടുകാരല്ലേ എന്നെ സംശയിച്ചു, എനിക്കൊരു വിരോധമില്ല. പക്ഷെ നീ മാത്രം എന്നെ എന്ത് ചെയ്യരുത്. എല്ലാവരോടും പറയുവാണ്, മനസ്സിലായില്ലേ? സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ഗുണപ്പെടാത്ത ആളുകളൊക്കെ ദൈവത്തെക്കുറിച്ച് എന്തും പറയട്ടെ, പക്ഷെ നീ ഒരാൾ മാത്രം ഒരിക്കലും ഈ ദൈവത്തെ അവിശ്വസിക്കരുത്. സന്തോഷമുണ്ട്, കൈയടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്റെ വിടുതലോർത്താൽ, നിന്റെ രക്ഷയുടെ, നിന്റെ വിളിയുടെ, വീണ്ടെടുപ്പിന്റെ വിലയോർത്താൽ നീ ഒരിക്കലും ദൈവത്തെ സംശയിക്കാൻ പാടില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ജനം മുഴുവൻ ചോദിക്കുകയാണ്, അപ്പോക്കെ തന്നെന്നുള്ളത് ശരിയാ, പക്ഷെ ഈ ഇറച്ചിയും കൂടെ തരാൻ ദൈവത്തെ കൊണ്ട് കഴിയുമോ? ഈ ജനം ദൈവത്തെ എന്ത് ചെയ്തു? അവിശ്വസിച്ചു. അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു എന്നിട്ടും, ഈ ഒടുവിലത്തെ അധ്യായത്തിൽ കൊണ്ട് യൂദ ഇത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, വേർപാട് പാലിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഇന്ന് രാത്രി ദൈവം നോക്കുന്നത് പുറമേ ഉള്ള കയ്യടിയും ബഹളവും ഒന്നുമല്ല. നിന്റെ അകത്ത് നീ സേവിക്കുന്ന കർത്താവിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിനെ ആഴമായി വിശ്വസിക്കുന്നുവെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഒരു പ്രശ്നമല്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ യേശു മതിയായവനാണെന്ന് വിശ്വസിയുടെ കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വർഗം ഈ രാത്രി ശ്രദ്ധിക്കുന്നത് നമുക്ക് വിശ്വാസമുണ്ടോന്ന്. പ്രൈസ് ദി ലോർഡ്. സെഖര്യാവ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന വന്യവയോധികനായ മഹാപുരോഹിതനാ. കൂറിന്റെ ക്രമപ്രകാരം പുള്ളിക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയതാ. കാരണം പുരോഹിതന്മാരുടെ നീണ്ട നിര ഇരിക്കുക. ആ കൂറനുസരിച്ച് 24 കൂറിന്റെ ചീട്ട് വീണപ്പോൾ ആർക്ക് കിട്ടി? സെഖര്യാവിന് കിട്ടി.
സെക്രിയാവ് ശുശ്രൂഷയ്ക്കായി പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വന്ന് ധൂപം കാട്ടാൻ തുടങ്ങിയപ്പോൾ ദൂതനിറങ്ങി വിളിച്ചു പറഞ്ഞു, സെക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് നീ യോഹന്നാനെന്ന് പേരിടണം. അന്നത്തെ പുള്ളിയുടെ പ്രസംഗ വിഷയം വിശ്വാസമായിരുന്നിരിക്കാം. നമ്മുടെ പിതാവായ അബ്രഹാം മെസൊപ്പൊട്ടേമിയയിലെ ഊറിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് വെളിപ്പെട്ടു. ആശയ്ക്ക് വിരോധമായി അവൻ ആശയോടെ വിശ്വസിച്ചു എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിച്ച് സമയം പോയി. 45 മിനിറ്റ് അല്ല ഉള്ളൂ. പ്രസംഗം നിർത്തിയപ്പോൾ പ്രാർത്ഥിച്ച് അമ്മാമ്മ 7ാമത്തെ പോയിന്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം പറഞ്ഞില്ല. പുള്ളിക്ക് സമയം കിട്ടാഞ്ഞുകൊണ്ട് അമ്മാമ്മ ഇട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് യോഗം ആശീർവാദം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദൂതൻ ഇറങ്ങി പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്കും ഈ പ്രസംഗം കേട്ട ആരാ ഉത്തരം കൊടുക്കാത്ത? വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് പ്രസംഗിച്ചല്ലയോ? തമ്പുരാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനും. ഉടനെ പുള്ളിക്കാരൻ ചോദിച്ചു, അതെങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു. പ്രൈസലോ. ഒറ്റ വർഷം ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു, മിണ്ടുന്നില്ല. മേളിൽ നിന്നൊരു ദൂതൻ എൻ്റെ അടുക്ക് ഇറങ്ങി വന്നു, എൻ്റെ വലത്തുഭാഗത്ത് നിന്നു. എൻ്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ എന്തെല്ലാം പറഞ്ഞ് കൈ കാണിച്ചു. അന്ന് തൊട്ട് ആളുകളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം പറയണേ. നോക്കിക്കേ, വീട്ടിൽ വന്നപ്പോൾ എലിസബത്ത് വിശ്വസിച്ചു. സെക്രിയാവ് എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണം. എലിസബത്ത് വിശ്വസിച്ചുകൊണ്ട് അവൾ പ്രവചിച്ചു, അവൾ പാട്ടുപാടി. എന്നിട്ട് അവൾ മറിയോട് പറയാണ്, മറിയേ, ഞങ്ങളുടെങ്ങത്തെ അങ്ങേർക്ക് വയസ്സിയാണെങ്കിലും ഒരു പെണ്ണുപിള്ളി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും ആ മനുഷ്യൻ പിള്ളേരുണ്ടാകുന്ന നീ വിശ്വസിച്ചില്ല. നിനക്ക് കെട്ടിയോനില്ലല്ലോ, എന്നിട്ട് നീ വിശ്വസിച്ചല്ലോ. നീ അടി ഭാഗ്യവതി. ഉണ്ടെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടി, ഞാൻ വയസ്സിയാണെങ്കിലും ഒരു പെണ്ണുപിള്ളയായി കൊണ്ടായിരുന്നല്ലോ. എന്നിട്ടും ആ മനുഷ്യൻ പിള്ളേരുണ്ടാവും എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. നിനക്ക് ഭർത്താവ് ഇല്ലല്ലോ, എന്നിട്ടും നിനക്ക് കർത്താവ് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചല്ലോ. ഹല്ലേലൂയ. നീ ആടി ഭാഗ്യവതി. ആരാ ഭാഗ്യവതി? കാണാതെ വിശ്വസിക്കുന്നവരാ. ഇന്ന് രാത്രി ദൈവം നിന്നോട് എന്ത് പറയുമോ അത് അങ്ങനെ സംഭവിക്കുമെന്ന്. ആ സാധ്യതയ്ക്ക് വിരോധമായി ഹല്ലേലൂയ വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ ആ ഭാഗ്യമുള്ള വ്യക്തി. നല്ല ഹല്ലേലൂയ പറയണമേ. ഹല്ലേലൂയ. അങ്ങനെ സെക്രിയാവിന്റെ അവിശ്വാസം 1 വർഷം അവനെ മൗനമാക്കിയിരുത്തെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചേ, മോശ എന്ന ശക്തനായ മനുഷ്യൻ പോലും ദൈവത്തെ അല്പനിമിഷം എന്ത് ചെയ്തു? അവിശ്വസിച്ചു. ഫലം, ഇവൻ ചോദിച്ച ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. തമ്പുരാൻ ഇവന്റെ വിചാരം എന്തുവാ? കാട്ടിലെ മൃഗത്തെ എല്ലാം കൂടെ പിടിക്കും, അല്ലെ ആകാശത്തിലെ പറവയെല്ലാം കൂടെ പിടിക്കും. തമ്പുരാന് നിന്റെ വിചാരം ദൈവത്തിന്റെ വിചാരമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചിന്ത ദൈവത്തിന്റെ ചിന്തയല്ല. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം പോലെ നിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് തമ്പുരാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കടലിന്റെ അടിയിൽ കിടക്കുന്ന ഒന്നിനെ അല്ലെങ്കിൽ കാറ്റടിപ്പിച്ച് അടിച്ചെന്ന് പീസായിട്ട് ഞുറുക്കി അതിന് തൂവലും പപ്പലും ഒക്കെ പിടിപ്പിച്ച് അതിനെ ആഴത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ പറവകളാക്കി കാടയാക്കി പറപ്പിച്ച് ഓരോ കൂടാരത്തിന് മുകളിൽ കൈ എത്തുന്ന ഉയരത്തിൽ പറന്ന് നിൽക്കുമാറാക്കി ഒരല്ലലി പറഞ്ഞേ, ഇന്ന് രാത്രിയിൽ നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ വാഗ്ദത്തം കിടക്കുന്നത് എത്ര 1000 അടി ആഴത്തിലാണെങ്കിലും അതിന് ദൈവത്തിന്റെ കാറ്റടിപ്പിച്ച് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നിന്റെ കൂടാരത്തിൽ നിന്റെ കൈയെത്തുന്ന പൊക്കത്തിൽ നിർത്തി തരുവാൻ എന്റെ ദൈവം മതിയായവനാ. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവർ ഈ കാട അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. പിടിച്ച് ഏറ്റവും കുറവ് പിടിച്ചവന് 10 പറ പിടിച്ചെന്ന. എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഉഴപ്പി പറക്കുവന് 10 പറ കിട്ടി. അങ്ങനെയാണ് നല്ലപോലെ പറക്കുവനോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കിട്ടിയ കാടയെല്ലാം കൂടെ തിന്ന് ഈ ആർത്തിയല്ലേ, ഈ തിന്നാതിരുന്ന് ഇറച്ചി കിട്ടിയപ്പോഴത്തെ ആർത്തി തിന്ന് വയറ് നിറഞ്ഞൊന്നും അറിയാതെ മൂക്കിക്കൂടൊക്കെ ഇത് ചാടി ഒമിറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എഴുതിയേക്കുന്നേ. വായിക്കൂടെ തിന്ന് മൂക്കിക്കൂടെ ചാടി ഇവരെ ഛർത്തി ചുമറ്റ് ചെയ്ത് വരത്തക്ക നിലയിൽ വന്നതിൻ്റെ വാക്കി ഇവനെ കൊണ്ട് നിലത്തിട്ട് ഉണക്കിച്ച് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നമ്മളൊക്കെ നെല്ല് കൊയ്തിട്ട് കച്ചി ഇങ്ങനെ ചിക്കുന്ന പോലെ ഇറച്ചിയിട്ട് എന്ത് ചെയ്തു? ചിക്കി. ഇന്നലകളിൽ നീ കച്ചി ഉണക്കിയത് നാളുകളിൽ ദൈവം തരുന്ന നന്മയെ ചിക്കാൻ വേണ്ടി. ഒരു സ്വത്രം പറഞ്ഞേര്.
അവിടെ നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, അങ്ങനെ ദൈവം കൊടുത്തെങ്കിലും ദൈവത്തിൻ്റെ ബാധ ഈ ഇറച്ചി പല്ലിനിടയിൽ നിന്ന് ഇങ്ങനെ ഈർക്കിലി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലുണ്ടായി. അവർ വലിയൊരു ഭാഗം ആളുകളെ അവിടെ വെച്ച് എന്ത് ചെയ്തു? നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ യൂദ ഓർപ്പിക്കുകയാണ്, ആലിയ വിശ്വസിക്കാത്തവരെ രക്ഷിച്ചു എങ്കിലും പിന്നത്തേതിൽ. ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, വീഴാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അവിശ്വാസം ആർക്കും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. ഒന്ന് വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വഴി അടഞ്ഞ വിഷയം, നിയമത്തിന്റെ കുരുക്കുകളെല്ലാം അതിൻ്റെ മീതെയുണ്ട്. ഒരു സാധ്യതയും നിനക്കില്ലെന്ന് സാഹചര്യം മുഴുവൻ പറയുന്ന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. ആ അസാധ്യതയെ സാധ്യമാക്കിക്കൊണ്ട് നിവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. അത് ഇവിടെ മാത്രമല്ല, നാട്ടിലാകട്ടെ, ഏത് മണ്ഡലത്തുള്ള വിഷയമായാലും ഇന്ന് രാത്രി ആ വിഷയത്തിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ യോഗ്യത. ഇന്നത്തെ കൂട്ടത്തിൽ ഇതുപോലുള്ള മനോഹരമായ ആരാധനാ സംവിധാനങ്ങളോ സൂട്ടും കോട്ടും ടൈയും കെട്ടിയ ഉപദേശിമാരോ ഡോക്ടറേറ്റും PhD ഉള്ള ഡോക്ടർ പാസ്റ്റർമാരോ ഒന്നും അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ യോഗ്യത ആഴമായി വിശ്വസിക്കുന്ന കുറെ പാവപ്പെട്ട പിതാക്കന്മാരും മാതാക്കളുമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂര വിഷമുള്ള രാജവെമ്പാല കൊത്തിയാലും ആ വിഷം കയറി ശരീരം മുഴുവൻ നീലിച്ചിട്ട് നീല ദ്രാവകം തന്നെ വായിക്കൂടെ ശർത്തരായി പുറത്തേക്ക് ഒഴുകിയാലും വിഷകാരെടുക്ക പോകാതെ ഞങ്ങളുടെ ഉപദേശി വന്ന് സ്തോത്രം ചെയ്യുമ്പോൾ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുമായിരുന്നു, സൗഖ്യമാകുകയും ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്ന് അവരെന്ത് പറയുമോ അതങ്ങനെ അങ്ങ് സംഭവിക്കുമായിരുന്നു. ഞങ്ങളുടെ വെച്ചുച്ചിറ, ഞാൻ വെച്ചുച്ചിറ എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ദൈവകൃപ വന്നത് കേട്ടോ. ഇപ്പോൾ റാന്നി താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് റാന്നിയിൽ നിന്നുള്ള PC ചെറിയാൻ റാന്നി എന്ന് എല്ലാവരും പറഞ്ഞില്ല. എൻ്റെ വീട് വെച്ചുച്ചിറയാണ്, ഒരു കൊച്ചു ഗ്രാമമാണ്. ഞങ്ങളുടെ അടുത്ത് രാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചെങ്ങറ തോട്ടം മേഖലയിൽ പണ്ട് ചെങ്ങറ സമരഭൂമി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കർത്താവിനെ വേല ചെയ്യുക. ഇപ്പോഴും താൻ വലിയ ആരോഗ്യവാനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഒരുപാട് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. നല്ലൊരു പാവം മനുഷ്യനാണ് അദ്ദേഹം. ഒരു വീട് തുറപ്പുകാരനായ ഹിന്ദുവായിരുന്നു. വീട് തുറപ്പുകാരനായ, 2 കാലും 2 കൈയും ജന്മന വളർച്ചയില്ലാതെ പോളിയോ വന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അമ്മ വീടുകളിൽ പോയി കൂലിവേലയൊക്കെ ചെയ്ത് ഒരു നായർ സ്ത്രീയാണ്. അവർ കൂലിവേലയൊക്കെ ചെയ്താണ് നവോദയ സ്കൂൾ എന്നൊക്കെ അറിയപ്പെടുന്ന കോളനി ഗവൺമെൻറ് സ്കൂളിനടുത്തുള്ള ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്ന ഒരു നായർ കുടുംബം. അപ്പോൾ ഈ മനുഷ്യനെ പ്രത്യേക ഒരു ചാരികസാറ ഇരുത്തി ഒരു മുറം മേടിച്ചു കൊടുത്തിട്ട് ആ മുറത്തിനകത്ത് ഇല വെട്ടിക്കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം വീട് തുറത്ത് വൈകുമ്പോഴത്തേന് 10-25 കെട്ട് വീട് തുറക്കും. അത് ഈ അമ്മ കൊണ്ട് കടകളിൽ കൊടുക്കും. അങ്ങനെ ഉപജീവനം കഴിക്കുന്നത്. അങ്ങനെയുള്ള ഈ മനുഷ്യനെയും കൊണ്ട് അവരുടെ അവിടെ നിന്ന് മണ്ണിടിശാലയിൽ നിന്ന് ഒരു നല്ല ഇറങ്ങി പോണം പെരുന്തേനരുവി എന്ന സ്ഥലം. ഇപ്പം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഈ പെരുന്തേനരുവിയിലേക്ക് പോകുമ്പോൾ ഈ അമ്മ അലക്കാനും കുളിക്കാനും ഒക്കെ പോകുമ്പം ഈ മോനെ എടുത്ത് തോളത്ത് വെച്ചോണ്ടാണ് പോകുന്നത്. ഈ അംഗവൈകല്യം വന്നിരിക്കുന്ന പോളിയോ വന്ന മകനെ എടുത്ത് തോളത്ത് വെച്ചോണ്ടാണ് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി ആ മനുഷ്യനെ താഴെ ചെല്ലുമ്പോൾ ഒരു ഓല കൊണ്ട് മെടഞ്ഞ ഒരു കൊച്ചു ഷെട്ടുണ്ട്. ഓല കൊണ്ട് മെടഞ്ഞ ഒരു ചെറിയ ഷെട്ട്. അത് ഈ ആശാമ്പള്ളിക്കൂടം എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആശാമ്പള്ളിക്കൂടമൊക്കെ അറിയാം. ഓക്കെ. ഈ നിലത്തെടുത്തെഴുതിക്കുന്ന എഴുതണം, എഴുതി അകത്ത് കയറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പഠിപ്പിക്കുന്ന ആശാന്മാരുള്ള ആശാമ്പള്ളിക്കൂടം. അത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അവിടെ ആശാമ്പള്ളിക്കൂടമാണ്. ശനിയാഴ്ച അടഞ്ഞു കിടക്കും. ഞായറാഴ്ച എവിടുന്ന് ഒരു സാധുവായ ഉപദേശി, സ്തോത്രം, നമ്മളൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധുവായ ഉപദേശി. അദ്ദേഹത്തിന് തൊഴിൽ കയ്യാല പണിയാണ്. എന്താ? കയ്യാല പണിയാണ്. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ അദ്ദേഹം കയ്യാല പണിയും. കയ്യാല പണിയിൽ ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന് ആകെപ്പാടെ ഒരു ചട്ട പോലെയുള്ള ഒരു ഹാഫ് കയ്യൻ ഷർട്ടുണ്ട്, ഒരു ഉടുപ്പുണ്ട്. അതിന് ഇവിടെ 2 ബട്ടൺസൊക്കെ വെക്കുന്ന ഒരു ഒറ്റമുണ്ടുണ്ട്. ആ ഒറ്റമുണ്ട് കൊടുത്ത് ഈ ഷർട്ട് വിട്ട് ഈ കരുത്ത് ഇടാൻ ഒരു നേരിതുപോലെ ഒരു 2ാം മുണ്ടും ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് അദ്ദേഹം നടന്ന് കഷ്ടപ്പെട്ട് അത്തിക്കയം വഴി വന്ന് കരുമ്പിച്ചിറ വഴി വന്ന് ഈ ഓലശെട്ടി വന്നിട്ട് യോഗം നടത്തും. ഒരു 3-4 സാധുക്കൾ അവിടെ ഈ യോഗത്തിന് പങ്കെടുക്കും. അല്ലാത്ത ദിവസം വരുമ്പോൾ തന്നെ അതിനകത്ത് 2-3 നായ്ക്കളൊക്കെ കാണും. അതിനെയൊക്കെ ഓടിച്ചു വിട്ടേച്ചാണ് യോഗ നടത്തുന്നത്. ആ തറ മുഴുവൻ ഇങ്ങനെ അറപ്പുപൊടി കിടക്കുക. അറപ്പുപൊടി എന്ന് പറഞ്ഞാൽ
തടി ഇറക്കുന്നതിൻ്റെ പൊടിയൊക്കെ കിടക്കുന്ന അങ്ങനത്തെ അതിനകത്ത് എഴുതിക്കുന്നതൊക്കെ പൂഴിയ. അപ്പോൾ ഇവിടെ കൊണ്ട് 3 മണ്ണ് കൊണ്ടുള്ള കട്ട ഈ സൈഡിൽ പൊക്കി വെക്കും, ഇവിടെ 3 കട്ട വെക്കും, അതിന് മണ്ടയ്ക്ക് ഒരു പലക വെക്കും, അത് അവരുടെ ബെഞ്ച്. മൺകട്ട എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? നിങ്ങളൊക്കെ വാർപ്പ് കെട്ടിടത്തിൽ താമസിച്ചിട്ട് വന്നവരായതുകൊണ്ട് പ്രൈസലോ, പണ്ട് വീട് പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആളുകൾ തന്നെ ചള്ള കുഴച്ചിട്ട് അതുകൊണ്ട് കട്ട ഉണ്ടാക്കി ആ കട്ട കൊണ്ട് വീട് വെക്കുമായിരുന്നു. ഒരല്ലേ പറഞ്ഞേ? അതൊക്കെ പിള്ളേരുടെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ കേട്ടോ. സ്തോത്രം. പ്രൈസോ. നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇവിടെ വന്നതെന്നും എപ്പോഴും പിള്ളേർ രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മളിങ്ങനെ ട്രംസിറ്റൊക്കെ മേടിച്ച് പുഴിയും കൊടുക്കുന്നു. മോനെ ചെന്നമുറിയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ തൂമ്പായും കോന്താലിയും ഒക്കെ ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ ഈ ലാപ്ടോപ്പൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് പറഞ്ഞു. ഒരല്ലേ പറഞ്ഞേ? പ്രൈസ്. ഇടയ്ക്ക് പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അല്ലെ പിള്ളേരാകെപ്പാടെ അമ്മമാർ കൈ പഠിക്കത്തില്ല, പാട്ടും പാടത്തില്ല, നമ്മുടെ ഇംഗ്ലീഷും മംഗ്ലീഷും അവന് പിടികിട്ടത്തുമില്ല, ആകെ പ്രശ്നങ്ങളാണ്. അത് വരാതിരിക്കുക അവരല്ലേ പറയാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഓക്കെ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇങ്ങനെ കൊണ്ട് ഈ കൊച്ചനെ ഇവിടെ വെച്ചിട്ട് ഈ അമ്മാമ്മ തോട്ടിൽ പെരുന്തിനരുവി തുണി അലക്കാൻ പോയി. തുണി അലക്കിയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഈ ഉപദേശി ഞായറാഴ്ച വന്നു. ഞായറാഴ്ച അദ്ദേഹം കയറി വന്നപ്പോൾ ഇങ്ങനെ 2 കാലും ഓഞ്ഞ് 2 കൈ ഓഞ്ഞ് ഈ രാജൻ ഫിലിപ്പെന്ന്, ഇപ്പോഴാണ് രാജൻ ഫിലിപ്പിന് പേരായത് കേട്ടോ, അന്നൊരു നായർ പേരാ, അദ്ദേഹത്തെ കൊണ്ട് ഈ ബെഞ്ചയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വന്ന് കണ്ടു. ഇവനെ കണ്ടു കഴിഞ്ഞ ഉടനെ ഇവനിങ്ങനെ ഇരിക്കുന്നു. ഉടനെ ചോദിച്ചു പറഞ്ഞു, അമ്മ ആറ്റിൽ തുണി അലക്കാൻ പോയിരിക്കുകയാണ്, ബിരുദനം വരെ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുകയെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിലേക്ക് ദൈവാത്മാവ് ഇങ്ങോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കെന്ന് പറഞ്ഞൊരു ഒറ്റ കൽപ്പന കേട്ടോ. പിറവിയിലെ മുടന്തനായ മനുഷ്യൻ്റെ അടുക്കിലോട്ട് വന്നിട്ട് പത്രോസ് പറഞ്ഞു, അല്ലയോ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞതുപോലെ ഈ രാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ സാധുവായ അംഗവൈകല്യമുള്ള മനുഷ്യൻ്റെ കയ്യെ പിടിച്ച് ഒരൊറ്റ പൊക്കിയപ്പോൾ ഈ ബെഞ്ച് ആ മനുഷ്യന്റെ കാലുകൾക്ക് നരിയാണി ഉറച്ച് ആ മനുഷ്യൻ എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറയണം. ഇത് അപ്പോസ്തല പ്രവൃത്തി 3 കാര്യമല്ല പറയുന്നത്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളിന്റെ കാര്യം പറയുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഏറ്റെടുക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച്, എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എല്ലാ ഇരുട്ടിന്റെ പോരുകളെ, എല്ലാ വിശ്വാസ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ശാസിക്കുകയാ. അകത്തെ മനുഷ്യൻ വിശ്വാസത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വിസ കിട്ടി യാത്ര ചെയ്ത് ഇവിടെ വരാൻ ഒരു പക്ഷേ ഒക്കത്തില്ലെങ്കിൽ ഞാൻ നമ്പർ തരാം, സൂമിൽ കൂടെ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഓർപ്പിച്ചു വരുന്നത്, വിശ്വാസത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 1000 പേര് ആളുകൾ എന്ന് കർത്താവിനോട് ആകെ പറഞ്ഞത്, കർത്താവേ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ മറ്റെന്തിനേക്കാൾ ഒന്നാഴമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നീ പറഞ്ഞാൽ ചെങ്കടൽ വിഭജിക്കും, നീ പറഞ്ഞാൽ അഗ്നിയുടെ ബലം കെടും, നീ പറഞ്ഞാൽ സിംഹത്തിന്റെ വായടയും, നീ പറഞ്ഞാൽ എരിഹോവിന്റെ കോട്ട ഇടിയും, നീ പറഞ്ഞാൽ മാറ മധുരമാകും. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി എന്തിനേ അതിജീവിക്കാൻ കഴിയുന്നതാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ഇന്ന് രാത്രി വിശ്വാസത്തിൽ നിറയണം. യേശുവിന് മറിയോട് ഒറ്റ കാര്യമേ പറയുള്ളൂ, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ഞാനിവിടെ വന്നതൊന്നും അല്ല വിഷയം, ഞാൻ 4 ദിവസം മുമ്പ് വരാതിരുന്നതും അല്ല വിഷയം. പക്ഷെ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഏത് ചെറിയ വിഷയത്തിനും, നിങ്ങളുടെ ഏത് വലിയ വിഷയത്തിനും ഇന്ന് രാത്രി ദൈവമക്കൾക്ക് ആകെ എന്തു മതി? എന്റെ നീതിമാൻ, എല്ലാരും പറ, വിശ്വാസത്താൽ ജീവിക്കും. ജീവിപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് രാത്രി പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാവരും 30 നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഈ രാത്രി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. ആത്മാർത്ഥമായിട്ട് നാം ഒന്ന് സമർപ്പിച്ചാൽ
നമ്മളെ ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കും. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബീഹാറിന് പോയേ, ഒരു മിഷൻ ട്രിപ്പ് പോയതാണ്. ബീഹാർ നേപ്പാളും പോയി. അവിടെ ചെന്ന് അവിടെ ഒരു കൺവെൻഷൻ ഒക്കെ അധികം പൈസ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ കൺവെൻഷന് വന്ന ആളുകളെല്ലാം കൂടെ എല്ലാവരുടെയും കയ്യിൽ 2 കുപ്പിയുണ്ട്. ഒരു കുപ്പി വെള്ളവും ഒരു കുപ്പി എണ്ണയാണ്. അപ്പോൾ യോഗ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിച്ചപ്പോഴത്തേന് ഈ സ്റ്റേജ് മൊത്തം ഈ എണ്ണക്കുപ്പിയും വെള്ളക്കുപ്പിയും കൂടെ അങ്ങ് നടന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ജോസ്താനിയിൽ പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ എല്ലാം കയ്യിൽ അച്ഛൻ തൊട്ട് പോയാൽ മതി, കാരണം ഇത്രയും കുപ്പിയും കൂടെ പ്രാർത്ഥിക്കണേ ഒരു ദിവസം എടുക്കും. അച്ഛൻ ജസ്റ്റ് തൊട്ട് സ്വോത്രം പറഞ്ഞ് ഞങ്ങൾ പോയാൽ മതി, അവർക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരവരുടെ കയ്യിൽ അവരവരുടെ കുപ്പി 2 എടുത്ത് പിടിച്ചോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ 2 കുപ്പി എടുത്ത് അവർ കൈ പിടിച്ചു. ഞാൻ തലയിലും കൈ വെച്ചൊരു വാക്ക് പ്രാർത്ഥിച്ച് കുപ്പിയിലും സ്വോത്രം ചെയ്ത് വിട്ടു. ഇവർ ഈ കുപ്പിയും കൊണ്ട് നേരെ പോകുന്നത് അവരുടെ ഗ്രാമങ്ങളിലേക്കാണ്. അവരുടെ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് രോഗിയുടെ മേൽ ഈ എണ്ണ പ്രാർത്ഥിച്ച് അങ്ങ് പൂശുക. പ്രാർത്ഥിക്കാമെന്ന് അവർക്കറിയത്തില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ ഉപദേശി പ്രാർത്ഥിച്ച് തന്നതാണ്, ഇതിനകത്ത് യേശു മെശിഹയുടെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പരട്ടുമ്പോൾ ട്യൂമർ മാറുന്നു, ക്യാൻസർ മാറുന്നു, ലുക്കേമിയ മാറുന്നു, ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. നോക്കിയേ, അവനെ പ്രാർത്ഥിക്കാനും അറിയത്തില്ല, ഉപദേശം പറയാനും അറിയത്തില്ല, പക്ഷെ അവൻ വിശ്വസിക്കുകയാണ്. വിശ്വസിച്ചിട്ട് ദൈവദാസൻ പ്രാർത്ഥിച്ചു കൊടുത്ത ആ എണ്ണ സ്തോത്രം കൊണ്ടുപോയി ആളുകളുടെ പരട്ടുന്നു. ആ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. അത് കുടിക്കുന്നവനകത്തെ രോഗത്തിന്റെ കെട്ടഴിയുന്നു. അത് പുരട്ടുന്നവനകത്തെ രോഗം മാറുന്നു. എല്ലാത്തിനും കാരണം ആ കൊണ്ടുപോകുന്ന വ്യക്തിയുടെ വിശ്വാസമാണ്. ഇന്ന് രാത്രി നമ്മളിൽ വ്യാപരിക്കുന്ന അസാധാരണമായ ദൈവകൃപ മറ്റുള്ളവരിലേക്ക് വിടുതലായി വ്യാപരിക്കേണ്ടതിന് ഈ രാത്രിയിൽ നമ്മുടെ സഭ വിശ്വാസ വീരന്മാരുടെ സഭയായി മാറട്ടെ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ചൂടപരം ധരജാലകരകധര വൈഡമനാതുര വംശാരിമലാരകധാരൗടെ അർത്ഥനവാദിക ദീപമരം ധര വംശകവേല. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ ഒരു മുഖവര പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവം അനുവദിച്ചാൽ ഈ 6 കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് നാളെ പകലത്തെ സെക്ഷനിലെങ്കിലും ഞാൻ ഉത്സാഹിക്കാം. അത് തീർക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പറഞ്ഞേക്കുന്ന മുഴുവൻ സംഭവങ്ങളും വാഴ്ച കാത്തുകൊള്ളാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുന്ന ദൂതന്മാരുടെ കാര്യമായാലും, സോദോമും ഗോമോറയും നിത്യാഗ്നിക്ക് കാരണമായി തീർന്നതിന്റെ പിൻപിലും, ആദ്യ ആരാധനക്കാരനായ കായിന്റെ പരാജയം, ആദ്യ കൊലപാതകനായ കായിന്റെ വംശാവലി, പ്രൈസ് ദി ലോർഡ്, ജനത്തെ വഞ്ചിച്ച ബിലയാമിന്റെ വ്യാപാരങ്ങൾ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അല്ലെ മത്സരിയായ കോരകന്റെ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം വീഴ്ചയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ വീഴാതെ നിർത്തണം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? കൃപയിൽ നിന്ന് ആസാബ് വീഴാനുള്ള സകല സാധ്യത ഉണ്ടായിരുന്നേ. കാരണം അവൻ നിന്നത് എവിടാണ്? വഴുവഴുപ്പുള്ളിടത്ത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൻ പെട്ടെന്ന് മടങ്ങി വന്നു. അവിടെ നമ്മൾ നിൽക്കുന്ന പ്രതലം സൂക്ഷിച്ചില്ലെങ്കിൽ ഉന്നതന്മാരെ, ശ്രേഷ്ഠന്മാരെ, ശക്തന്മാരെ വീഴിച്ച ഒരു മണ്ഡലത്തിലാണ് കൃപയാൽ നമ്മളായിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ ഉപവാസത്തിന്റെ പ്രഥമ രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റൊന്നും സാധിച്ചില്ലേലും, ഞാൻ ഒരു വലിയ സുവിശേഷകനായില്ലേലും, ഞാൻ ഒരു വലിയ വിശ്വാസ വീരനായില്ലേലും, കൃപയിൽ വീഴാതെ നിൽക്കുവാൻ കൊതിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി കർത്താവെ വീഴാതെ നിൽക്കുവാൻ കൃപ ചെയ്യണമേ. അസാധാരണമായൊരു അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹുമനിയോസ്, അലക്സാണ്ടർ, ചെമ്പ് പണിക്കാരനായ മനുഷ്യൻ ഒക്കെ വീണുപോയ പോർക്കളത്തിൽ വീഴാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ ആഴമായ കൃപയുടെ ഒരു വലിയ പകർച്ച നിരാത്തി നമ്മുടെ മേൽ പകരപ്പെടുവാൻ. ഹല്ലേലൂയ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവ പൈതലേ, യേശുവിനായി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ മണവാട്ടിയാകുവാൻ സൂക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിരാത്തി നമുക്ക് കൊതിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, വീഴരുത്. മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും പിന്നത്തേതിൽ നശിപ്പിച്ചവരെ പോലെ ഞങ്ങൾ ആകാതിരിപ്പാൻ വിശ്വാസന നായകനും പൂർത്തി വരുത്തുവാൻ ശക്തനുമായ ഞങ്ങളുടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി
ഞങ്ങളുടെ മുമ്പിലെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കൃപ ചെയ്യണമേ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയരട്ടെ. ഹല്ലേലൂയ. നല്ല കർത്താവേ, അങ്ങയുടെ ദാസനെയും അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത അവിടുത്തെ മാന്യ സഭയെയും ഇന്ന് രാത്രി എളിയവൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വീഴാതെ ദൈവകൃപയിൽ അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ദൈവകരങ്ങളിൽ ഏറ്റവും മാനിക്കപ്പെടുന്ന വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഞങ്ങളുമായി തീരുവാൻ ദൈവ കൃപ ചെയ്യണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.